കേന്ദ്ര സർക്കാർ നഗരസഭകളുടെ വികസന പ്രവർത്തനങ്ങൾക്കും ജനോപകാര പദ്ധതികൾക്കുമായി കോടിക്കണക്കിന് രൂപയാണ് നൽകുന്നതെന്ന് ബിജെപി വക്താവ് അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ പറഞ്ഞു. പദ്ധതികൾ ജനോപകാരപ്രദമായി നടപ്പിലാക്കുവാൻ ഏറ്റുമാനൂർ നഗരസഭയ്ക്ക് കഴിയാതെ പോയത് ചർച്ച ചെയ്യപ്പെടണമെന്നും നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി കേന്ദ്രം അനുവദിച്ച കോടിക്കണക്കിന് രൂപ ഏറ്റുമാനൂർ നഗരസഭയുടെ കെടുകാര്യസ്ഥത മൂലം പാഴാക്കി കളഞ്ഞതായും ജയസൂര്യൻ പറഞ്ഞു. എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനുള്ള അമൃത പദ്ധതി പോലും പ്രായോഗികമാകാൻ ഏറ്റുമാനൂർ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഏറ്റുമാനൂർ നഗരസഭയിലെ വികസന മുരടിപ്പിനും അഴിമതി ഭരണത്തിനുമെതിരെ ഭാരതീയ ജനതാ പാർട്ടി ഏറ്റുമാനൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വികസന മുന്നേറ്റ യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് ജയസൂര്യൻ. നമ്മുടെ രാജ്യം പഴയ കാലഘട്ടത്തിൽ നിന്ന് വളരെയേറെ മുന്നോട്ട് പോയി എങ്കിൽ പോലും നമ്മുടെ മുനിസിപ്പാലിറ്റി, നമ്മുടെ നഗരസഭ അതിനെ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ ആവശ്യമായ പദ്ധതികൾ സമർപ്പിച്ചുകൊണ്ട് ഒരു നഗരസഭയ്ക്ക് ലഭിക്കുമായിരുന്ന പദ്ധതി വിഹിതം വാങ്ങിയെടുക്കുവാൻ ഏറ്റുമാനൂർ നഗരസഭ ഭരണസമിതി തയ്യാറായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ നഗരത്തിന്റെ സ്ഥിതി ഇവിടെ വിവരിച്ചതുപോലെ ആകുമായിരുന്നില്ല. അതുപോലെ തന്നെ കേന്ദ്രം അനുവദിച്ചു കൊടുത്ത തുക, ആ കേന്ദ്രം അനുവദിച്ചു കൊടുത്ത തുകയുടെ 60% പോലും വിനിയോഗിക്കാൻ കഴിയാതെ പാഴാക്കി കളഞ്ഞു, ലാപ്സാക്കി കളഞ്ഞു, കിട്ടാതെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. കെടുകാര്യസ്ഥത എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതായത് കേന്ദ്ര ഗവൺമെന്റിന് ഓരോ നഗരസഭയ്ക്കും വേണ്ടി നിരവധിയായ പദ്ധതികളുണ്ട്, ഇഷ്ടം പോലെ ഫണ്ടുണ്ട്. ആ പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ആ ഫണ്ടിന് വേണ്ടിയുള്ള അപേക്ഷകൾ കൊടുക്കാൻ നമ്മുടെ നഗരസഭയ്ക്ക് സാധിക്കേണ്ടതായിരുന്നു. പക്ഷെ സാധിച്ചില്ല. അങ്ങനെ സാധിച്ചിരുന്നുവെങ്കിൽ ഏറ്റുമാനൂർ നഗരസഭയ്ക്ക് ഇന്ന് ലഭിക്കുന്ന തുകയേക്കാൾ 120 കോടി രൂപ കൂടുതൽ ലഭിക്കുമായിരുന്നു. 120 കോടി. നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ആരംഭിച്ച പദയാത്രകൾ വിവിധ വാർഡുകളിലൂടെ സഞ്ചരിച്ച് വൈകുന്നേരം 6 മണിക്ക് ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. മുനിസിപ്പൽ കൗൺസിലർമാരായ സുരേഷ് വടക്കേടം, ഉഷ സുരേഷ്, രശ്മി ശ്യാം, ബിജെപി നേതാക്കളായ സാബു മാടപ്പാട്, ടി ആർ രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മേഖലാ ജാഥകൾ. സമാപന സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് ടി ആർ രാജേഷ് അധ്യക്ഷനായിരുന്നു. ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ ശ്രീജിത്ത്, സിന്ധു കോലശ്ശേരി, മണ്ഡലം ജനറൽ സെക്രട്ടറി സാബു മാടപ്പാട്, മുനിസിപ്പൽ കൗൺസിലർമാരായ ഉഷ സുരേഷ്, സുരേഷ് വടക്കേടം, രശ്മി ശ്യാം തുടങ്ങിയവർ പ്രസംഗിച്ചു.